കഴിയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ലോകത്തെ മുഴുവൻ വസ്തുക്കളും നശിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ലോകത്ത് മുഴുവൻ വസ്തുക്കൾക്ക് നാശമുണ്ട്. അല്ലാഹു അല്ലാതെ മറ്റെല്ലാ വസ്തുക്കളും നശിക്കും. അല്ലാഹു പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. ജനനത്തെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, മരണത്തെ സൃഷ്ടിച്ചതും അവൻ തന്നെയാണ്. നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ആരാണ് സുഹൃതങ്ങൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുന്നതെന്ന ഒരു പരീക്ഷണത്തിന് വേണ്ടി അല്ലാഹു തആല ജനനത്തെയും മരണത്തെയും അല്ലാഹു സൃഷ്ടിച്ചു എന്ന് പരിശുദ്ധമായ ഖുർആൻ. മനുഷ്യനും ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും നാശമുണ്ടല്ലോ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ വമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാവരും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും, മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ കലാമിലൂടെ പല സ്ഥലങ്ങളിലും അല്ലാഹു വ്യക്തമാക്കുന്നു, ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുസയ്യദാ. ഞാൻ മരിക്കുന്നില്ലടാ, എനിക്ക് ദുനിയാവിന്റെ ആഡംബരങ്ങൾ എനിക്ക് ഒഴിവാക്കിയിട്ട് മരണത്തെ കീഴടങ്ങാൻ, മരണത്തിലേക്ക് എല്ലാം എനിക്ക് കഴിയില്ലടാ. എന്റെ ഏക്കർ കണക്കിന് തോട്ടങ്ങൾ ഉപേക്ഷിക്കാൻ, എന്റെ സുന്ദരിയായ ഭാര്യ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ലടാ. കാണാൻ കൗതുകമുള്ള സുന്ദരികളായ എന്റെ കൗതുകം, എന്റെ മനസ്സിന് ആനന്ദമുണ്ടാക്കുന്ന എന്റെ മക്കളുണ്ടല്ലോ, ആ മക്കളെ ഉപേക്ഷിച്ചിട്ട് ആരുടെ മണ്ണിലേക്ക് പോകാൻ എനിക്ക് കഴിയില്ലടാ. എന്റെ സ്വപ്നമായിരുന്നു ഒരു വാഹനം, ആ വാഹനം കളഞ്ഞ് എന്റെ മധുരമനോഹരമായ എന്റെ കൊട്ടാരങ്ങൾ ഉപേക്ഷിച്ച് എനിക്ക് മരണത്തിന് കീഴടങ്ങാൻ കഴിയില്ലടാ എന്ന് പറഞ്ഞ് ഒരാൾക്കും മാറിയിരിക്കാൻ കഴിയില്ല. എത്ര വലിയ തുരുക്കിന്റെ കോട്ടകൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കയറിയിട്ട് സുരക്ഷിതത്തിന്റെ മാർഗം നിങ്ങൾ നോക്കിയാലും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത്. എവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടും. ശുദ്ധമായ ഖുർആൻ, കുല്ലിന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ പേടിച്ച് മരണത്തിൽ നിന്ന് നിങ്ങൾ പേടിച്ച് വിരണ്ടോടുന്നു. നബിയെ പറയണേ, കുല്ലിന്നൽ മൗതല്ലദീ തഫിറൂന മിൻ. ഏത് മരണത്തെ പേടിച്ചാണോ നിങ്ങൾ പിന്തിരിഞ്ഞോടുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫഇന്നഹു മുലാഖീകും. ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശഅരിയ ബൽ മൗതി മത്താറു. മരണം അതൊരു കവാടമാണ്. മരണം ഒരു കവാടമാണ്, ഒരു ജീവിതത്തിന്റെ തുടക്കമാണ്. പലരും ഒടുക്കമായിട്ട് ചിത്രീകരിക്കുമ്പോ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു, മരണം അത് ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കവാടമാണ്. ആ കവാടത്തിലൂടെ പാരത്രിക ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മരണം അതൊരു അനിവാര്യ ഘടകമാണ്. മനുഷ്യന്റെ ജീവിതത്തിന് അനിവാര്യമാണ് മരണം. വല്ലാഹി ലതമൂതുന്ന കമാ തനാമൂൻ. നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്നത് പോലെ വല്ലാഹി അല്ലാഹുവിൽ സത്യം, നിങ്ങൾ മരിക്കും, മരണത്തിന് കീഴടങ്ങും. ഉറക്കം കഴിഞ്ഞ് നിങ്ങൾ പ്രഭാതത്തിൽ ഉണരുന്നത് പോലെ നിങ്ങളെ ഖബറിൽ നിന്ന് വീണ്ടും പുനർജീവിപ്പിക്കും, യാത്രയാക്കും. പുനരുദ്ധാരണ നാളിൽ ഞാനിപ്പോൾ മരിക്കും, നാളെ മരിക്കും, അടുത്ത ദിവസം മരിക്കും എന്നൊരാൾക്കും പറയാൻ കഴിയൂല. ഒരാൾക്കും അങ്ങനെ നിർവചിക്കാൻ കഴിയൂല. ലോകത്ത് പലരും നിർവചിച്ചു, ഞാൻ ഇന്ന സമയത്ത് ഇന്ന വയസ്സിൽ ഞാൻ മരിക്കും എന്ന്. ലോകത്ത് മനുഷ്യരുടെ മുന്നിൽ ആൾ ദൈവങ്ങളായി സമഞ്ഞ പലരും അന്തരീക്ഷത്തിലൂടെ ഭസ്മമെടുത്ത് മറ്റുള്ളവന്റെ മുന്നിൽ ദൈവമായിട്ട് ദൈവത്തിന്റെ കഴിവുകൾ പ്രകടിപ്പിച്ച ലോകത്ത് ദൈവം സമഞ്ഞ് നടന്ന ആൾ ദൈവങ്ങൾ പലരും
എത്രാമത്തെ വയസ്സിൽ മരിക്കുമെന്ന ഒരു യാഥാർത്ഥ്യം, മരിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രവചനം നടത്തിയിട്ട് മനുഷ്യരുടെ മുന്നിൽ ദൈവമായിട്ട് കള്ളക്കോലം തമ്മിൽ നടന്ന സത്യസായി ബാബയെ പോലെയുള്ള ദൈവങ്ങൾ പ്രവചിച്ച വയസ്സിന് 6-4 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വിട പറഞ്ഞു പോയ യാഥാർത്ഥ്യം ഞാനും നിങ്ങളും കണ്ടതാണ്. ലോകത്തൊരാൾക്കും പറയാൻ കഴിയൂല മരണത്തെക്കുറിച്ച് അത് എപ്പോഴാ സംഭവിക്കുക. മരിക്കുമെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. എനിക്കും നിങ്ങൾക്കും പറയാം, ചങ്കൂറ്റത്തോടെ പറയാം, മരണമെന്ന് പറയുന്നൊരു പ്രതിഭാസമുണ്ട്. ഞാനും നിങ്ങളും മരിക്കേണ്ടവരാണ് എന്നതിനപ്പുറത്തേക്ക് ഒരാളുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് നീ ഇന്നത്തെ ദിവസം ഇത്ര സമയത്ത് മരിക്കുമെന്ന് നിന്നോട് പറയാൻ ലോകത്തൊരാൾക്കും കഴിയൂല. അങ്ങനെ ലോകത്തൊരാൾക്കും സാധിച്ചിട്ടുമില്ല. അല്ലാഹുവിൽ മാത്രം നിക്ഷിപ്തമായ അല്ലാഹുവിന്റെ അറിവിൽപ്പെട്ട കാര്യമാണ്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ പറയുന്നു, ലോകത്ത് എത്രയോ ആളുകളാണ് വിശുദ്ധമായ ഖുർആനിന്റെ മുന്നിൽ മുട്ടുമടക്കിയത്. എത്രയോ ബുദ്ധിരാക്ഷസന്മാർ പരിശുദ്ധ ഖുർആനിന്റെ മുന്നിൽ നിഷ്പക്ഷമായ ഖുർആനിനെ പഠിക്കാൻ മെനക്കെട്ടപ്പോ ആ ഖുർആനിന്റെ മുന്നിൽ സർവ്വതും സമർപ്പിച്ച് വിശുദ്ധമായ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുത്ത് ഇസ്ലാമിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വന്ന് എത്രയോ ബുദ്ധിരാക്ഷസന്മാർ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നിഷ്പക്ഷമായ ഖുർആനിനെ പഠിക്കാൻ മെനക്കെടണം. ആ പരിശുദ്ധമായ കലാമിലൂടെ അല്ലാഹു പറയുന്നത്, ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും അസത്യത്തിന്റെ ലാഞ്ചനനാവിൻ തുമ്പിലൂടെ പുറത്തേക്ക് നിർഗളിക്കാത്ത ലോകത്തിന്റെ ഗുരുവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി കേൾപ്പിക്കുകയാണ് വിശുദ്ധമായ ഖുർആനിന്റെ വാക്യം. സൂറത്തുൽ ലുഖ്മാനിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഓതുകയാണ്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ. ഖിയാമത്ത് നാളിൽ ലോകത്തിന്റെ അവസാനം എന്നാണെന്ന് പ്രവചിക്കാൻ അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല. പക്ഷേ ലോകത്തിന്റെ മരണത്തിന്റെ അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ അടയാളങ്ങൾ ഓരോന്നും എണ്ണിയിട്ട് ലോകത്തിന്റെ മരണത്തിന്, ലോകത്തിന്റെ ചരമത്തിന്റെ സമയമെടുത്തിരിക്കുന്നു എന്നെനിക്കും നിങ്ങൾക്കും വേണമെങ്കിൽ പ്രഖ്യാപിക്കാൻ കഴിയാമെന്നതല്ലാതെ ഇന്ന ദിവസത്തിൽ ലോകത്തിന്റെ അവസാനമാ, ഇന്ന സമയത്താണ്, ഇന്ന ദിവസത്താ, ഇന്ന സമയത്താണ് ലോകം അവസാനിക്കുന്നതെന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. പക്ഷേ ഓരോ അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നു. പ്രിയമുള്ളവരെ, മരണത്തെക്കുറിച്ചുള്ള സ്മരണ ഒഴിവാക്കിയിട്ട് ദുനിയാവിന്റെ രസങ്ങളിലായി ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നൊരവസ്ഥ കണ്ടാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പല അടയാളങ്ങളും റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. ലോകത്തിന്റെ അവസാനം, ലോകത്തിന്റെ മരണം, അതിനെക്കുറിച്ചുള്ള പരിജ്ഞാനം അല്ലാഹുവിന് മാത്രമാ. മഴ വർഷിപ്പിക്കുക, മഴ പെയ്യുക എപ്പോഴാണ്? സമയങ്ങൾ മലയാള മാസത്തിന്റെ കണക്ക് നോക്കിയിട്ട് നമ്മൾ അങ്ങനെ ചിലതൊക്കെ നിശ്ചയിച്ചിരുന്നു. ഇന്ന് അവസ്ഥകളൊക്കെ ഇന്ന് മാറിമറിഞ്ഞിരിക്കുകയാണ്. ഇന്ന് അവസ്ഥകൾ മാറിമറിഞ്ഞു. കൊടും വേനലിലും കൊടും ചൂടിലും ഒരു സ്ഥലത്ത് സൂര്യാഘാതമേറ്റിട്ട് മനുഷ്യന്റെ ചർമ്മങ്ങൾ, തൊലികൾ പൊട്ടിമാറുന്ന ഒരു സമയത്ത്, ആ സമയത്ത് തന്നെ ആ വേനലിന്റെ ചൂടിൽ തന്നെ വീണ്ടും ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴ. അപ്പൊ മഴ എപ്പോഴാ പെയ്യുക, എപ്പോഴാ വർഷിക്കുക, കറക്റ്റ് അതിനെക്കുറിച്ച് ഒരു വിവരം നൽകാൻ അത് അല്ലാഹുവിന് മാത്രമേ കഴിയൂ. പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് നമുക്കൊക്കെ പറയാൻ കഴിയും. പിന്നെയോ വയഅലമു മാ ഫിൽ അർഹാം, ഒരു ഉമ്മാന്റെ ഉദരത്തിലുള്ള കുഞ്ഞ്, ആ കുഞ്ഞിനെ കുറിച്ച്, ഗർഭസ്ഥ ശിശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം അല്ലാഹുവിന്റെ അടുക്കലാണ്. ഇന്ന് പലതും കണ്ടുപിടിക്കുന്നില്ലേ? ഇന്ന് സ്കാനിങ്ങിലൂടെയും മറ്റും ഗർഭസ്ഥ ശിശു ആണോ പെണ്ണോ എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പൊ ഇത് ഖുർആനിനെതിരല്ലേ? പല നിർവചനങ്ങളും അതുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. ആ കുട്ടി പരാജിതനോ വിജയിയോ എന്ന് ആർക്കാണ് നിശ്ചയിക്കാൻ കഴിയുക? അല്ലാഹുവിന് മാത്രമാണ്. അല്ലെങ്കിൽ ആണോ പെണ്ണോ എന്ന് കുട്ടിയെ സ്കാനിങ്ങിലൂടെ തിരിച്ചറിയുന്നതിന്റെ ആ അവസ്ഥകൾക്ക് മുമ്പ്, അതിന്റെ സമയങ്ങൾക്ക് മുമ്പ് ഈ കുട്ടിയാണോ പെണ്ണോ തിരിച്ചറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്.
വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ എന്താണ് ഓരോ മനുഷ്യനും സമ്പാദിക്കുന്നു, നാളത്തേക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത് എന്താണ്, സമ്പാദിക്കുന്നതെന്താ, ഒരാൾക്കും പറയാൻ കഴിയില്ല. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. എവിടെയാണ് മരണപ്പെടുക, എവിടെയാണ് മരണപ്പെടുക, എവിടെയാണ് ജനാസയായിട്ട് വീഴുക എന്ന് പറയാൻ ആർക്കാണ് കഴിയുന്നത്? അല്ലാഹുവിനല്ലാതെ ലോകത്തൊരാൾക്കും അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കളെ പോറ്റാൻ ഭാര്യയുടെ ഉദരപൂർണത്തിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ മുടക്കി വിദേശത്ത് പോയി അറബിയുടെ കീഴിൽ പണിയെടുക്കുന്ന പാവപ്പെട്ടവനുണ്ടല്ലോ. കുടുംബം പോറ്റാൻ വേണ്ടി ജോലിയെടുക്കുന്നവന് ഇവിടെ കണ്ണു നിറയെ കാത്തിരിക്കുകയാണ്, തന്റെ പ്രിയതമന്റെ വരവും കാത്തിരിക്കുമ്പോ. പ്രിയമുള്ളവരെ, എത്രയോ കുടുംബം അനാഥമാക്കി, എത്രയോ മക്കളെ അനാഥത്വത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ട്, എത്രയോ പെൺകുടിമാരെ വിധവകളാക്കിയിട്ട് വിദേശത്ത് മരണപ്പെട്ടിട്ട് ആ വിദേശത്തെ മണ്ണിലടക്കം ചെയ്യപ്പെട്ട എത്ര ജനാസകളുണ്ട്, എത്ര ജനാസകളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആകാംക്ഷയോടെ മക്കളെ ഒന്ന് വാരിപ്പുണരാൻ വർഷങ്ങൾ കഴിഞ്ഞ് അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് തന്റെ ഭാര്യയെ കണ്ണു നിറയൊന്ന് കാണാൻ വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോ, ഇന്ത്യയിലെത്തിയിട്ടെന്റെ പ്രിയമുള്ളവരെ വാഹനത്തിന് സഞ്ചരിക്കുമ്പോ ആ വരുന്ന വാഹനത്തിൽ അപകടങ്ങളിലൂടെ ജനാസകൾ എത്രയോ കുടുംബങ്ങളാണ് ഏറ്റുവാങ്ങിയത്. ദേശത്ത് പോകുമ്പോ അവിടെ വെച്ച് മരിക്കുമെന്ന് ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിരുന്നു? ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് അവസാനം ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെ ആ അറേബ്യയുടെ മണ്ണിൽ കിടന്നു മരിക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ആരെങ്കിലും ചിന്തിച്ചിരുന്നോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഒരാൾക്കും എവിടെയാണ് മരണപ്പെടുക എന്ന് പറയാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, വേളാവൂരെന്ന് പറയുന്ന ഈ പ്രദേശത്ത് നിങ്ങൾ താമസിക്കുമ്പോ ഈ മണ്ണിൽ തന്നെ ഞാൻ മരണപ്പെട്ടു, ഈ പള്ളിയുടെ പ്രചാരത്തിൽ തന്നെ എന്നെ കൊണ്ടുപോയി അടക്കം ചെയ്യുമെന്ന് ആ ഒറ്റത്തോടെ തുറന്നു പറയാൻ ആർക്കാണ് ഈ സമുദായത്തിൽ, ആർക്കാണ് കഴിയുക? ഈ ഒരുമിച്ച് കൂടിയവർക്ക് ആർക്കാണ് അതിന് സങ്കോചമുള്ളത്? കഴിയില്ല സഹോദരാ. എവിടെയാണ് മരണപ്പെടുക? നിന്റെ ശരീരം എവിടെയാണ് കൊണ്ടുവന്ന് അടക്കം ചെയ്യപ്പെടുക? പക്ഷേ ഈ പള്ളിയുടെ മെമ്പറായിരിക്കാം നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടാകും, അല്ലാഹുവേ ഞങ്ങളോടൊപ്പം, ഞങ്ങളുടെ ഉറ്റവരോടൊപ്പം, ഞങ്ങളുടെ ഉടയവരോടൊപ്പം, ഞങ്ങളുടെ മുതിർന്ന ഞങ്ങളുടെ ഉപ്പാപ്പമാര്, ഞങ്ങളുടെ ഉമ്മാമാര് അവരന്തിമശ്രമം കൊള്ളുന്ന ആ ഖബറിന്റെ ചാരെ ഞങ്ങൾക്കും മടങ്ങണമല്ലാഹുവേ. മതിയായ ആഗ്രഹമുണ്ട്, വല്ലാത്ത കൊതിയുണ്ട്. പക്ഷേ അല്ലാഹു തീരുമാനിക്കണം. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്.